പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2024 തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പ്രത്യേക തരത്തിലുള്ള തരംഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ തലത്തിലും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കേരളത്തിൽ 2024 തരംഗം ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ കാരണം 2019 വളരെ വിസിബിളായിട്ട് തന്നെ UDF അനുകൂലമായിട്ടുള്ള 2 കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അത് ഒന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു, 2 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാനിടയുണ്ട് എന്നുള്ള നിലയിലുള്ള ഒരു തരംഗം. അപ്പോൾ 2 കാറ്റ് 2019 UDF അനുകൂലമായി വീശുന്നുണ്ടായിരുന്നു. എന്നാൽ 2024 അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ പറഞ്ഞിരുന്നത് കടുത്ത പിണറായി വിരുദ്ധ തരംഗം കാറ്റ് ആഞ്ഞു വീശുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ പൊതുവിൽ നോർമലായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സർക്കംസ്റ്റൻസസിലാണ് 2024 തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടിരുന്നത്. പിന്നെ ഞങ്ങളെപ്പോലുള്ളവർ ഇതുപോലെ കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വളരെ സബ്ജക്റ്റീവായിരുന്നു. നമുക്കത് അളക്കാൻ നമുക്ക് കഴിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാറ്റടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായിരുന്നു. അത് പിന്നീട് തെളിയിക്കപ്പെടുകയും ചെയ്തു. അവിടെ നിൽക്കട്ടെ. എന്തായാലും നോർമൽ സർക്കംസ്റ്റൻസസിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരൊക്കെ തന്നെ കഴിഞ്ഞ 2-2.5 വർഷക്കാലമായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ജനവിരുദ്ധ നീക്കങ്ങളെല്ലാം നിരന്തരമായി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുമായിരുന്നു. ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ഞങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ അതിനെതിരെ ശക്തമായി വിമർശിക്കുകയും ജനങ്ങളുടെ ഇടയിൽ ഇത് വലിയ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് പിണറായി സർക്കാരിനെതിരെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞങ്ങൾ പറയുകയും ചെയ്യുമായിരുന്നെങ്കിലും അതൊന്നും അളക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു ബാരോമീറ്ററും ഉണ്ടായിരുന്നില്ല. അത് അളക്കുക എന്നുള്ളത് എളുപ്പവുമായിരുന്നില്ല. പക്ഷേ 2024 തെരഞ്ഞെടുപ്പ് ഫലം അത് അളന്ന് തൂക്കി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയല്ലേ സുഹൃത്തുക്കളെ. 2024 തെരഞ്ഞെടുപ്പ് ഫലം എന്താ കാണിക്കുന്നത്? 2024 തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് കേരളത്തിനെ അടിമുടി റിവർബറേറ്റ് ചെയ്യിപ്പിക്കുന്ന, കേരളത്തിനെ അടിമുടി വിറപ്പിക്കുന്ന ഒരു തരംഗം തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചുവെന്നും അത് പിണറായി വിരുദ്ധ തരംഗം മാത്രമായിരുന്നു എന്നുമല്ലേ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ കാണിക്കുന്നത്. അതിനെ കൂടുതൽ കണക്കുകളിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് മാത്രം നോക്കിയാൽ മതി. 18 സീറ്റ് UDF ജയിച്ചു എന്നുള്ളത് ഒരു കാരണമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം നമ്മളൊന്ന് നോക്കൂ. ഇപ്പോൾ വയനാടിൽ രാഹുൽ ഗാന്ധിയുടെ 3,64,000 നമുക്ക് മാറ്റിവെച്ചാലും മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറിന് 3,18,118 വോട്ടിൻ്റെ ഭൂരിപക്ഷം, പൊന്നാനിയിൽ അബ്ദുൽ സമദാനിക്ക് 2,35,760 വോട്ടിൻ്റെ ഭൂരിപക്ഷം, എറണാകുളത്ത് ഹൈബീഡന് 2,50,385 വോട്ടിൻ്റെ ഭൂരിപക്ഷം, കെ സുധാകരൻ 1,08,982 വോട്ടിൻ്റെ ഭൂരിപക്ഷം, രാജ്മോഹൻ ഉണ്ണിത്താൻ 1,00,000 വോട്ട്, കോഴിക്കോട് MK രാഘവൻ 1,46,000, വടകരയിൽ പിന്നെ ഷാഫി പറമ്പിലിന് 1,14,000. ആ നിലയിൽ 20 മണ്ഡലങ്ങളിൽ 10 മണ്ഡലങ്ങളിലും UDF അത്ഭുതകരമായിട്ടുള്ള ഭൂരിപക്ഷം. ഒരുപക്ഷെ ഇത്രയും കടുത്ത ഭൂരിപക്ഷത്തിൽ, ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ഇതുവരെ UDF സ്ഥാനാർത്ഥികൾ ജയിച്ചിരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ 2019 പോലും ഇത്രയും വരെ വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടായിരുന്നില്ല. ജയിച്ചു എന്നുള്ളത് ശരി തന്നെ, പക്ഷേ ഈ കണ്ണഞ്ചിപ്പിക്കുന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ച തരംഗം എന്തായിരുന്നു എന്നുള്ളത് പച്ചപ്പകൽ പോലെ എല്ലാവരുടെയും മുന്നിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഈ ഭൂരിപക്ഷം നേടിയത് ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും പ്രചരണം നടത്തിയിട്ടാണോ UDF? ഒന്നുമല്ല. ഒരു പ്രചരണവും UDF നടത്തിയിട്ടില്ല, ഒരു പ്രചരണവും കോൺഗ്രസ് നടത്തിയിട്ടില്ല. എന്നിട്ടും ജനങ്ങൾ അത്യഭൂതപൂർവമായി LDF തൂത്തുവാരി ചവറ്റുകൊട്ടയിൽ കളഞ്ഞുവെങ്കിൽ, ചവിട്ടിക്കൂട്ടിയെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഏക കാരണമെന്ന് പറയുന്നത്
അത് പാർട്ടി വിരുദ്ധതയോ സർക്കാർ വിരുദ്ധതയോ അല്ല, മറിച്ച് പിണറായി വിരുദ്ധതയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിണറായി വിരുദ്ധത. എന്താണ് പിണറായി വിരുദ്ധത എന്ന് പറയാൻ കാര്യം? കഴിഞ്ഞ 2-2.5 വർഷക്കാലമായി ഈ ഗവൺമെൻറ്റിനെതിരെ ഉയർന്നു വന്ന സുപ്രധാനമായിട്ടുള്ള എല്ലാ വിമർശനങ്ങളുടെയും പ്രഭവ കേന്ദ്രം പിണറായി വിജയനല്ലായിരുന്നു സുഹൃത്തുക്കളെ? അതിപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തായാലും ഡോളർ കള്ളക്കടത്തായാലും മാസപ്പടി കേസായാലും ക്യാമറയുടെ വിഷയമായാലും പിന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമായാലും ഏതു വിഷയമായാലും ആ വിഷയങ്ങളിലെല്ലാം തന്നെ ജനങ്ങളുടെ വിമർശനത്തിൻ്റെ കുന്തമുന. ജനങ്ങൾ വിമർശിച്ചിരുന്നത് ഒരു മന്ത്രിമാരെ ആയിരുന്നില്ല, പാർട്ടിയെ ആയിരുന്നില്ല, പാർട്ടി സെക്രട്ടറിയെ ആയിരുന്നില്ല, മറിച്ച് എല്ലാ വിമർശനങ്ങളിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബവുമായിരുന്നില്ല സുഹൃത്തുക്കളെ. ഇപ്പം മാസപ്പടി കേസ് പിണറായി വിജയൻ്റെ മകളും പിണറായി വിജയനും, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പിണറായി വിജയൻ്റെ മകനും പിണറായി വിജയൻ്റെ മകളും പിണറായി വിജയൻ്റെ ഭാര്യയും പിണറായി വിജയനും, ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ്റെ മകള്, പിണറായി വിജയൻ മകളുടെ മകൻ്റെ അമ്മായിയത്തിനുൾപ്പെടെ പിണറായി വിജയൻ്റെ കുടുംബത്തിലുള്ളവർ, പിണറായി വിജയൻ്റെ ദുരൂഹമായിട്ടുള്ള വിദേശ യാത്രകൾ, ഇതിലെല്ലാം തന്നെ ജനങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ മാത്രമായിരുന്നില്ല സുഹൃത്തുക്കളെ. ഇനി ഇതല്ലാത്ത കാര്യത്തിൽ പോലും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില തകർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും വിമർശനം ഏറ്റിരുന്നത് പിണറായി വിജയനല്ലേ? ബാലഗോപാലായിരുന്നോ? സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വിമർശനങ്ങൾ പിണറായി വിജയനെതിരായിട്ടായിരുന്നില്ലേ? അപ്പോൾ പിണറായി വിജയനെതിരായിട്ടുള്ള വികാരം, ഇപ്പം സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നം, അതിലും വിമർശനത്തിൻ്റെ കുന്തമുന പിണറായി വിജയനെതിരായിട്ടായിരുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ഇത്രയും സ്റ്റണ്ണിങ് ആയിട്ടുള്ള വിജയം കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒരേ ഒരാളായിരുന്നു. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയൻ മാത്രമായിരുന്നു എന്നുള്ളതല്ലേ വസ്തുത? ഇനി പിണറായി വിജയനെതിരായിട്ടുള്ള കലിപ്പ് ജനങ്ങൾ തീർത്തത് എങ്ങനെയാണ്? വോട്ട് UDFന് കൊടുത്തുകൊണ്ടല്ല, CPMന് വോട്ട് BJPക്ക് കൊടുത്തുകൊണ്ടാണ് പിണറായി വിജയനെതിരായിട്ടുള്ള അടി ജനങ്ങൾ കൊടുത്തത്. പിണറായി വിജയൻ്റെ മസ്തകം തകർത്തത് എങ്ങനെയാണ്? പിണറായി വിജയൻ്റെ മസ്തകം തകർത്തത് ചരിത്രത്തിലില്ലാത്ത നിലയിൽ CPMകാർ BJPക്ക് വോട്ട് ചെയ്തുകൊണ്ടല്ലേ? ആലപ്പുഴയിലൊക്കെ എന്താ സംഭവിച്ചിരിക്കുന്നത്? 1 ലക്ഷം വോട്ട് CPMന് കുറയുമ്പോൾ 1 ലക്ഷം വോട്ട് BJPക്ക് കൂടുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ, നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് 31,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 5,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം BJPക്ക്. ആലോചിച്ച് നോക്ക്. കഴക്കൂട്ടം മണ്ഡലത്തിൽ LDFൻ്റെ ഭൂരിപക്ഷം 23,000 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം BJPക്ക്. അപ്പോൾ പിണറായി വിജയനോടുള്ള വിരോധം ജനങ്ങൾ എങ്ങനെയാണ് തീർത്തത്? UDFന് വോട്ട് കൊടുത്തുകൊണ്ടല്ല, BJPക്ക് വോട്ട് കൊടുത്തുകൊണ്ട്. എല്ലാ മന്ത്രിമാരും വലിയ ഭൂരിപക്ഷത്തിന് പുറകിലല്ലേ? പിണറായി വിജയൻ്റെ ധർമ്മടം മണ്ഡലത്തിൽ ചെറിയ ഭൂരിപക്ഷം, ഷംസീറിൻ്റെ തലശ്ശേരി മണ്ഡലത്തിൽ ചെറിയ ഭൂരിപക്ഷം, ബാലഗോപാലിൻ്റെ കൊട്ടാരക്കര മണ്ഡലത്തിൽ ചെറിയ ഭൂരിപക്ഷം ഒഴിച്ചാൽ ബാക്കി എല്ലാ മന്ത്രിമാരുടെയും മണ്ഡലങ്ങളിൽ തോറ്റു തുന്നം പാടിയിരിക്കുകയല്ലേ CPM? 11 മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനം BJPക്കല്ലേ? ആ 11 മണ്ഡലങ്ങളിലും 2021 ജയിച്ചത് LDF അല്ലേ? അതിൽ 3 മണ്ഡലങ്ങൾ മന്ത്രിമാരുടേതല്ലേ? കെ രാജൻ്റെ ഒല്ലൂർ, ശിവൻകുട്ടിയുടെ നേമം, ആർ ബിന്ദുവിൻ്റെ ഇരഞ്ഞാലക്കുട. അപ്പോൾ CPM കേന്ദ്രങ്ങളിൽ BJP താണ്ഡവ നൃത്തമാടുകയല്ലേ? അതിൻ്റെ എല്ലാം കാരണം ആരാ? ഒരേ ഒരു രാഷ്ട്രീയ നേതാവ്. അത് കേരളത്തിൻ്റെ ഭരണഘടനാ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ പാർട്ടിയിൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ എന്താ വരേണ്ടത്? ഈ വൃത്തികേടുകൾക്ക് മുഴുവൻ കാരണമായ ഈ CPM മണികളുടെ മുഴുവൻ പ്രതിഷേധത്തിന് കാരണക്കാരനായ അയാൾ മാറി നിൽക്കുക എന്നുള്ളതല്ലേ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ അതിന് ഉണ്ടാവേണ്ടത്? പക്ഷേ അതിനുള്ള വല്ല നടപടിയുണ്ടോ ഇവിടെ? അയാളിപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തോ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ ഇനി അവതരിപ്പിക്കുന്നതിൽ എന്താ അർത്ഥമാണ് സുഹൃത്തുക്കളെ? ജനങ്ങൾ അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ച് കഴിഞ്ഞ് മുന്നിൽ അതിൽ പൂജ്യമാണ് പിണറായി വിജയൻ്റെ മാർക്ക്.
ഇതുപോലെ ഉളുപ്പില്ലാത്ത ഒരുത്തനല്ലേ ഇത്രയും ഭീകരമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങുമ്പോഴും പ്രോഗ്രസ് റിപ്പോർട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത്? എന്തോ പുരോഗതിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നതിന് പകരം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അത് അയച്ചു തന്നിരുന്നു. പറഞ്ഞത് എന്താണെന്നറിയാമോ? അതായത് പ്രോഗ്രസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് എന്താ പറയുന്നത്, പുരോഗതിയിൽ പുതുചരിത്രം രചിച്ച് കേരളം. അതിൻ്റെ സുഹൃത്ത് പറഞ്ഞത് അത് പുരോഗതിയിൽ പുതുചരിത്രം രചിച്ചു എന്നുള്ളതിന് പകരം അധോഗതിയുടെ ചരിത്രം രചിച്ച് കേരളം എന്നായിരുന്നു എന്നാണ് പറയുന്നത്. തോറ്റു തുന്നമ്പാടി തകർന്ന് തരിപ്പണമായി വോട്ട് മുഴുവൻ ചോർന്ന് BJP-യിലേക്ക് പോയി നിൽക്കുമ്പോൾ ഈ പിണറായി വിജയൻ അല്ലാതെ വേറെ ഏതെങ്കിലും തലയ്ക്ക് വെളിയുള്ളൊരു മനുഷ്യന് പുരോഗതിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടുമായി വരാൻ കഴിയുമോ? പക്ഷേ അയാൾ അത് വരും. അതുകൊണ്ട് അയാൾ ഇതിനെയും കൊണ്ടേ പോവൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. എന്തെങ്കിലും മാറ്റമുണ്ടാവണമെങ്കിൽ അയാൾ മാറണം. എന്തെങ്കിലും മാറ്റമുണ്ടാകണമെങ്കിൽ മുഖ്യമന്ത്രി മാറണം. പക്ഷേ അത് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് അയാൾ ഇതിനെയും കൊണ്ടേ അയാൾ അസ്തമിക്കൂ. അയാൾ CPM-നെയും കൊണ്ടേ പോവുകയുള്ളൂ. ഒരു സംശയവും വേണ്ട. പിണറായി വിജയൻ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ CPM-നെയും കൊണ്ടുപോകും. കേരളം മറ്റൊരു ബംഗാളാവും. അതിന് യാതൊരു സംശയവും ഇല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അയാളുടെ ഈ പിത്തലാട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.